ദമ്പതികൾക്കിടയിൽ അകലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സത്യത്തിൽ അവർ തമ്മിൽ ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഇതിൻ്റെ മെയിൻ കാരണം. പരസ്പരം കേൾക്കാൻ രണ്ടുപേരും തയ്യാറാണെങ്കിൽ മിക്ക ലൈഫും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭർത്താവ് മനസ്സിലാക്കിയിരിക്കണം, അതുപോലെ തിരിച്ചും. അതുപോലെ ഒരാൾക്ക് ഒരാളുടെ മേൽ ആധികാരികമായി പെരുമാറാൻ പാടില്ല. രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് മനോഭാവത്തോടെ പോയാൽ നല്ലൊരു ലൈഫ് സ്വന്തമാക്കാം. നമസ്കാരം, ഞാൻ ഷർലി രാജ്കുമാർ, യോഗ ട്രെയിനറും വെൽനസ് കോച്ചുമാണ്. ഞാനിന്നിവിടെ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം എന്നെ തേടി വരുന്ന കൂടുതൽ പേരും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം. ഉദാഹരണം, ഭാര്യയും ഭർത്താവും വൈകിട്ട് പുറത്തു പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ജോലി സംബന്ധമായി ഹസ്ബൻഡിന് സമയത്ത് വരാൻ കഴിയുന്നില്ല. ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ലേറ്റായി വരുന്ന ഹസ്ബൻഡിനോട് റെഡിയായിരിക്കുന്നു എന്ന കാരണത്താലോ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന കാരണത്താലോ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. അതുപോലെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അതായത് അവർ പറയുന്നു സോറി ലേറ്റായിപ്പോയി, നാളൊരു ദിവസം നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഭാര്യ അത് അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനും ശ്രമിക്കണം. അതാണ് യഥാർത്ഥ ബന്ധം. അതുപോലെ ഭാര്യയുടെ കാര്യത്തിലും ഭർത്താവ് അങ്ങനെ തന്നെ ആയിരിക്കണം. രണ്ടുപേരുടെ കാര്യത്തിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് വഴക്കിട്ടിട്ട് അന്നത്തെ ദിവസം പോകുമെന്നല്ലാതെ ഒരു ഗുണവും കാണത്തില്ല. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകും എന്നത് മാത്രം ഫലം. മറ്റൊരു കാര്യം, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ഭർത്താവും വീട്ടുകാരും അതുപോലെ കാര്യമായി പരിഗണിക്കണം. ആ പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം സ്വന്തം വീട്ടിൽ ഇത്രയും നാൾ താമസിച്ച ശേഷം ആദ്യമായി ഒരു പരിചയവുമില്ലാത്ത ചുറ്റുപാടിലോട്ട് വരുന്ന ആ പെൺകുട്ടിയോട് വളരെ സൗമ്യമായും വാത്സല്യത്തോടും കൂടി ആയിരിക്കണം നിങ്ങൾ പെരുമാറാൻ. വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചില പെൺകുട്ടികളുടെ വീട്ടിൽ അവർക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ശരിക്കുള്ള സ്നേഹം കിട്ടാതെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഈ പരിഗണനകൾ അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചായിരിക്കും വരിക. അത് കിട്ടാതെ വരുമ്പോൾ ആ കുട്ടികൾ പാനിക്കാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫലമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ അച്ഛനമ്മമാർ ഈ കുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നവരൊക്കെ ആണെങ്കിൽ കയറി വരുന്ന വീട്ടിൽ അവർ ആ വീട്ടിലെ അച്ഛനമ്മമാരുടെ സ്നേഹം പ്രതീക്ഷിച്ചായിരിക്കും വരിക. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട് വേണം ആ പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് സ്വീകരിക്കാൻ. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വന്തം ഭർത്താവിന് തന്നെയാണ്. കാരണം ആ ഒരാളെ വിശ്വസിച്ചാണ് ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ കൂടുതലും IT ഫീൽഡിൽ ജോലിയുള്ള കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എങ്ങനെ വളർന്നവരായിക്കോട്ടെ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം ലൈഫ് കൊണ്ടുപോകാൻ. കാരണം നിങ്ങളുടെ അതേ കാറ്റഗറിയിലായിരിക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പോൾ രണ്ടുപേർക്കും ആ ജോലിയുടെ ബുദ്ധിമുട്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളവർ അത് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ട് ക്ലീനിങ്ങിലായാലും പാചകത്തിലായാലും പരസ്പരം ഷെയറിങ് വളരെ അത്യാവശ്യമാണ്. ഞാനിത് പറയാൻ കാരണം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുന്നത് കൂടുതൽ IT ഫീൽഡിലുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. ആൺകുട്ടികൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാരണമുണ്ട്. പെൺകുട്ടികൾക്ക് പീരീഡ്സ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ സമയത്തുള്ളൊരു ഹോർമോൺ ചേഞ്ചും ബുദ്ധിമുട്ടും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അവരോട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം മാനസികമായിട്ടും നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയും. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ പെരുമാറുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മറ്റുള്ള കുട്ടിക്കും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം രണ്ടുപേരും. പ്രത്യേകിച്ച് ആൺകുട്ടികൾ. കാരണം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ അത്രയും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. അവർക്ക് ജോലി സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതല്ല, അവർക്ക് ഹോർമോൺ ചേഞ്ചും കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ പെയിനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലിരിക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ്, ഇപ്പോൾ പെൺകുട്ടികളെല്ലാം ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്. ക്ഷമിക്കാനുള്ള കരുത്ത് ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ആദ്യം കോപ്പി ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കൊരു മാതൃകയായിരിക്കണം. പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾ നന്നായി പ്രഗ്നൻസി ടൈം എങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കിയിരിക്കണം. നല്ല നല്ല ബുക്കുകൾ വായിക്കാനും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ പരസ്പര സ്നേഹം ഇതെല്ലാം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ പ്രഗ്നൻസി ടൈം കടന്നു പോയാൽ ആ ജനിക്കുന്ന കുട്ടി വളരെ നല്ലൊരു കുട്ടിയായി വളർന്നു വരും. കൂടുതൽ ക്രിമിനൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ചൈൽഡ്ഹുഡ് സ്റ്റേജ് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും അവർ എന്തുമാത്രം ട്രോമാസിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കും എന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം,
കൂടുതൽ പേരും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.